കൃഷ്ണൻ കൃഷ്ണന് നമ്മൾക്ക് അത് പ്രയോജനമുണ്ട്, നമ്മൾ അത് തന്നുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗിക്കില്ല എന്ന് നിശ്ചയം വന്നാൽ മാത്രമേ കൃഷ്ണൻ നമുക്ക് ആ കാര്യം തരുള്ളൂ. എന്നാ ദേവന്മാരാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് ഓക്കെ, അവന്റെ കർമ്മം അനുസരിച്ച് അത് ഓക്കെ ആണെങ്കിൽ തരും. അത് നല്ലതാണോ ചീത്തയാണോ നോക്കില്ല, നമ്മൾ ആവശ്യപ്പെട്ട അത് തരും. അതുകൊണ്ടാണ് നമ്മൾ ദേവന്മാരുടെ അടുത്ത് പോയാൽ നമുക്ക് എല്ലാം വേഗം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും ദേവന്മാരെ ചിന്തിക്കുന്നില്ല നമ്മൾക്ക് തന്നത് കൊണ്ട്. നമുക്ക് കുറെ ധനം തന്നു എന്നിരിക്കട്ടെ, നമ്മള് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറെ ധനം കിട്ടി. എന്നിട്ട് നമ്മൾ അത് എടുത്തോണ്ട് പോയി നമ്മള് കള്ളു കുടിക്കാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മള് എന്താ ഇപ്പൊ ഉണ്ടല്ലോ ഓരോ ഡ്രഗ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് വെച്ചാല് അത് നല്ലതാണോ നമുക്ക്? അല്ല, അല്ലേ? അതുകൊണ്ട് കൃഷ്ണന്റെ അടുക്ക നമ്മൾ പ്രാർത്ഥിച്ചാല് കൃഷ്ണൻ അറിയാം ഇവൻ ഇത് ചെയ്യും എന്നുള്ളത്, അപ്പൊ കൃഷ്ണൻ തരില്ല. എന്നാ ദേവന്മാരുടെ അടുക്ക പോയാൽ ദേവൻ അതൊന്നും ചിന്തിക്കില്ല, നിങ്ങക്ക് വേണോ ദാ എടുത്തോ എന്ന് പറയും. അതാണ് ഡിഫറൻസ്, നമ്മൾ കൃഷ്ണന്റെ അടുക്ക പോകുന്നതും ദേവന്മാരുടെ അടുക്ക ചെല്ലുന്നതിന്റെയും ഡിഫറൻസ്. ഇനി ഈ കൃഷ്ണനിൽ നിന്നാണ് കുറെ അവതാരങ്ങൾ വരുന്നുണ്ട്. നമ്മള് എത്ര അവതാരങ്ങൾ ഉണ്ടെന്നറിയാമോ? അശ്വത്തിന് അറിയാമോ എത്ര എത്ര അവതാരങ്ങളുണ്ടെന്ന്? അവതാരം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അറിയില്ല അല്ലെ? അവതാരം എന്ന് വെച്ചാല് ഭഗവാന്റെ ലോകത്താണ്. കൃഷ്ണന്റെ ഭഗവാൻ എന്ന് പറഞ്ഞ ആരാന്ന് ഞാൻ പറഞ്ഞു, കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ എവിടെയാണുള്ളത്? കൃഷ്ണന്റെ ലോകത്തുണ്ട്. അപ്പൊ ചിലപ്പം ഓരോ ആവശ്യത്തിന് വേണ്ടി ഈ കൃഷ്ണൻ ഭൂമിയിൽ ഇറങ്ങി വരും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വരും. ആ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ പറയും അത് അവതാരമാണെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ സീരിയലില്, മഹാഭാരത സീരിയലിലും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് വിഷ്ണു ആണ് ഏറ്റവും ഹയസ്റ്റ്. വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. ഏതൊക്കെയാ ഈ 10 അവതാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? മത്സ്യം, കൂർമ്മ, വരാഹം, പിന്നെന്താ ഉള്ളത്? നരസിംഹം, പിന്നെ വാമനൻ, കൃഷ്ണൻ. കൃഷ്ണനായിട്ട് നരസിംഹം, പിന്നെ പരശുരാമൻ, ശ്രീരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി. ഇങ്ങനെ 10 അവതാരങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്, അല്ലെ? സീരിയലുകളിലും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 10 അവതാരങ്ങളുള്ള ഇതാണ്. പക്ഷെ എന്നാല് ശ്രീമദ് ഭാഗവതം പറയുന്നത് 10 അവതാരങ്ങളല്ല ഉള്ളത്. എത്ര അവതാരങ്ങളുണ്ട്? സഹസ്ര അവതാരങ്ങളുണ്ട്. സഹസ്രം എന്ന് പറഞ്ഞ 1000കണക്കിന് അവതാരങ്ങളുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചാലുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കൊച്ചരുവികളും നദികളും എല്ലാം കുറേ കാണും, അല്ലേ? ഇതെല്ലാം പോയി ആ വെള്ളമെല്ലാം പോയി സമുദ്രത്തിൽ ചെല്ലും ഒടുക്കം, അല്ലെ? അപ്പൊ അതുപോലെ കുറേ നദികളും കുറേ ചെറിയ അരുവികളും എല്ലാം ഉണ്ട്. അതുപോലെയാണ് കൃഷ്ണന്റെ അവതാരങ്ങളും. കുറേ അവതാരങ്ങളുണ്ട് കൃഷ്ണന്. അത് പല തരത്തിലുണ്ട്. എന്ന് വെച്ചാ നമ്മള് പുരുഷാവതാരം, ഗുണാവതാരം, അങ്ങനെ പല അവതാരങ്ങളുണ്ട്, പല തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. അതിൽ ഒരു അവതാരമാണ്, ഗുണാവതാരത്തിൽ പെടുന്നതാണ് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് ഒക്കെ. പക്ഷെ ശരിക്കും ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് കൃഷ്ണനാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ മൃഗങ്ങളായിട്ടും നരസിംഹമായിട്ടും
ചെറിയ ഒരു കുട്ടിയായിട്ടും ഒക്കെ വരുന്നതിനപ്പുറമായിട്ട് വേറെ അവതാരങ്ങളും ഉണ്ട്. ശബ്ദ അവതാരം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ശബ്ദ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് ഇൻകാർണേഷൻ. ഈ ശബ്ദ അവതാരം എന്ന് പറയുന്നതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് കൃഷ്ണൻ തന്നെ അവതരിക്കുന്നതാണ് ശബ്ദമായിട്ട്. ഇപ്പൊ നിങ്ങളെല്ലാം അൺമ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ഈ ശബ്ദ അവതാരം പറഞ്ഞേ. അപ്പൊ ഇത് അവതാരമാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ് ശബ്ദ രൂപത്തിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ജപിക്കുവോ ഈ മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഒരു തവണയെങ്കിലും പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. എന്താണ് ശബ്ദ അവതാരം? അത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ ഒരു ശബ്ദമായിട്ട് അവതരിച്ചിരിക്കുന്നതാണ് ഈ ലോകത്ത്. അതുപോലെ വേറൊരു അവതാരമുണ്ട്. എന്താണെന്നറിയാമോ? ജല അവതാർ. ജല അവതാർ എന്ന് പറയുന്ന യമുന, ഗംഗ, അങ്ങനത്തെ ഹോളി വാട്ടേഴ്സ് ഒക്കെ കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗംഗാജലമൊക്കെ വീട്ടിൽ വെക്കുന്നത്, അല്ലെ? അത് കൃഷ്ണനെ പോലെ തന്നെ നമ്മൾ അതിനെ ബഹുമാനിക്കണം. പിന്നെ വേറൊരു അവതാരമാണ് ഗ്രന്ഥ അവതാർ. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുസ്തകം. പുസ്തകത്തിന്റെ രൂപത്തിലും കൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ, കൃഷ്ണൻ എപ്പോഴാ ജനിച്ചതെന്നറിയാമോ? കൃഷ്ണൻ എപ്പോഴാ ലോകത്ത് വന്നതെന്നറിയാമോ? 5000 കൊല്ലം മുമ്പാണ് കൃഷ്ണൻ വന്നത്. അപ്പൊ നമുക്ക് തോന്നും, ഓ, നമ്മൾ കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തല്ലായിരുന്നല്ലോ, നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. നമുക്ക് സങ്കടപ്പെടേണ്ടേ ആവശ്യമില്ല. കൃഷ്ണൻ ശബ്ദാവതാരമായിട്ട് നമ്മുടെ കൂടെയുണ്ട്, ഗ്രന്ഥാവതാരമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പുസ്തക രൂപത്തിൽ കൃഷ്ണൻ വന്നിട്ടുണ്ട്. കൃഷ്ണൻ കൃഷ്ണന്റെ ലീലകളൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ച് കൃഷ്ണന്റെ ധാമം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ജീവിക്കുന്ന സ്ഥലം, അതിനെയാണ് ധാമം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ തിരിച്ച് കൃഷ്ണലോകത്തിലേക്ക് പോകുമ്പോൾ ഡിവോട്ടീസ്, ഈ ഭക്തന്മാര് ചോദിക്കും, കൃഷ്ണൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ആരുണ്ട് ഇവിടുത്തെ ധർമ്മവുമൊക്കെ നോക്കാനും, ആരുണ്ട് നമ്മളെയൊക്കെ സംരക്ഷിക്കാനെന്ന് ചോദിക്കുക. കൃഷ്ണൻ പറയും, ഞാന് ശ്രീമദ് ഭാഗവത രൂപത്തിൽ ഞാൻ തിരിച്ചു വരുന്നുണ്ടെന്ന്. അപ്പൊ കൃഷ്ണൻ ധാമത്തിൽ പോയി കഴിഞ്ഞിട്ട് കൃഷ്ണൻ തിരിച്ചു വരും. ആരായിട്ടാണ്? ശ്രീമദ് ഭാഗവതമായിട്ട്. അപ്പം അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇമ്പോർട്ടൻസ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. ഇപ്പൊ നമ്മള് അതിനെ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നോ അതേപോലെ തന്നെ നമ്മള് ശ്രീമദ് ഭാഗവതത്തിനെയും നമ്മള് റെസ്പെക്ട് ചെയ്യണം. അപ്പം എന്തിനാണ് നമ്മൾ കൃഷ്ണൻ ഇതുപോലെ പല അവതാരങ്ങൾ എടുക്കുന്നതെന്ന് അറിയാമോ? കൃഷ്ണൻ ഈ അവതാരങ്ങള് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഈ ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞാല്, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു, ഗ്ലാനി എന്ന് പറഞ്ഞാൽ അതിന് കോട്ടം തട്ടുന്നു, എപ്പോഴൊക്കെ ധർമ്മം എന്ന് പറഞ്ഞാൽ റിലിജിയൻ എന്ന് വെച്ചാൽ നല്ല ആൾക്കാർ കുറയുന്നു, എപ്പം ഇവിടെ ധർമ്മമൊക്കെ നശിച്ചിട്ട് എപ്പോ ചീത്ത ആൾക്കാർ കൂടുന്നോ അപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഈ ധർമ്മം കുറയുകയും അധർമ്മം പൊങ്ങിയും വരുന്ന സമയത്ത് ഞാൻ അപ്പോഴെല്ലാം ഈ ഭൂമിയിൽ അവതരിക്കുന്നു എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ പരിത്രാണായ സാധൂനാം,
സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ സംരക്ഷിക്കാനും, ദുഷ്കൃതർ എന്ന് പറഞ്ഞാല് ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ, അവരെ നശിപ്പിക്കാനും, പിന്നെ ധർമ്മത്തിനെ പുനർസ്ഥാപിക്കാനും വേണ്ടി ഞാൻ യുഗം തോറും ഇവിടെ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്തിനൊക്കെയാണ് കൃഷ്ണൻ വരുന്നത്? ഈ ദുഷ്കൃതികളെ എല്ലാം നശിപ്പിക്കാനും, പിന്നെ സുഹൃതം ചെയ്യുന്നവരെ, നല്ല പയസായിട്ടുള്ള ആളുകളെ, ഭക്തന്മാരെ സംരക്ഷിക്കാന്, പിന്നെ ധർമ്മം പുനർസ്ഥാപിക്കാന്, ഇതെല്ലാമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. പക്ഷെ ഇനി വേറൊരു കാര്യത്തിനും കൂടിയാണ് മെയിനായിട്ട് വരുന്നത്. എന്തിനാന്ന് വെച്ചാല് ടു ഗിവ് പ്ലഷർ ടു ദ ഡിവോട്ടീസ്. എങ്ങനെയാണ് ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കുന്നത്? ഓരോ ലീലകളൊക്കെ കാണിച്ച്, അല്ലേ? കൃഷ്ണന് ഗോവർദ്ധന ഹില്ല് ഉയർത്തിപ്പിടിക്കും മഴ വരുമ്പോഴ്. പിന്നെ ഈ ബട്ടർ വെണ്ണയെല്ലാം കട്ട് കഴിക്കും. ഇങ്ങനത്തെ ഓരോ ലീലകൾ കാണിക്കുന്ന എല്ലാം ഭയങ്കര സന്തോഷം കൊടുക്കുന്നു. ആർക്കാണ്? ഭക്തന്മാർക്ക് ഇതെല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തെ ഭക്തന്മാർക്ക് മാത്രമല്ല, ഇപ്പോഴുപോലുമുള്ള ആൾക്കാർക്ക്, നമ്മൾക്കൊക്കെ ഈ കൃഷ്ണന്റെ ഓരോ ചെറിയ കൃഷ്ണൻ കൊച്ചിലേ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഓരോ ലീലകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ? അതുപോലെ നമ്മൾക്ക് ഇപ്പോഴും എല്ലാ കാലത്തിലും ഇതുപോലെ ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഓരോ ലീലകൾ കാണിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇനി നമ്മള് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ കുറെ കഥകളൊക്കെ പറയും. പിന്നെ കുറച്ച് ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, അതെല്ലാം നമുക്ക് നോക്കാൻ. അപ്പൊ എന്താണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയുടെയും വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീതയ്ക്കകത്ത് കുറെ തത്വങ്ങളാണ് പറയുന്നത്. 700 ശ്ലോകങ്ങളുള്ള ഒരു ബുക്കാണ് ഭഗവത്ഗീത. അതിൽ കുറെ തത്വങ്ങളൊക്കെ പറയുന്നു. എങ്ങനെയാണ് നല്ല ഒരു സ്പിരിച്വൽ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണം, എങ്ങനെ നമുക്ക് പുരോഗതി വരും നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു പടിയാണ്. നമ്മളുടെ ആത്മീയ ജീവിതത്തിലെ ഓരോ പുരോഗതിക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഭഗവത്ഗീത. പക്ഷെ ഇത് നിറച്ചും ഓരോ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ, കഥകളൊന്നുമില്ല. അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത് അത്ര അങ്ങോട്ട് ഗ്രഹിക്കില്ല. നമുക്ക് ആദ്യം കുറെ കഥകളാണ് കേൾക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് ശ്രീമദ് ഭാഗവതമാണെങ്കിൽ ഈ തത്വങ്ങളുണ്ട്, പക്ഷെ തത്വങ്ങളൊക്കെ കുറെ കഥകളുടെ രൂപത്തിലാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഭഗവത്ഗീതയെക്കാട്ടിലും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കഥകളിലൂടെ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന തന്നെ തത്വങ്ങൾ നമുക്ക് കഥകളുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളാണ്. എവിടെ വെച്ചായിരുന്നു? ഒരു കളത്തിൽ വെച്ചായിരുന്നു. അർജുനൻ എന്ന് പറഞ്ഞാൽ പാണ്ഡവരിൽ ഒരാളാണ്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ട്, മഹാഭാരത വോർ. ആ വോറിന്റെ സമയത്ത് യുദ്ധം തുടങ്ങാൻ പോവാണ്. ശങ്കല്ല ഊതി ഇപ്പൊ തുടങ്ങും എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോഴ് അർജുനന് ഞാൻ ചെയ്യുന്ന ശരിയാണോ? എൻ്റെ കൗരവരെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസ് ആണ്. അപ്പൊ എൻ്റെ കസിൻസിനെ ഇങ്ങനെ കൊല്ലുന്ന ശരിയാണോ? അതോ ആ കൗരവ വശത്ത് എൻ്റെ ഗുരുക്കളുണ്ട്, എൻ്റെ പിതാമഹനുണ്ട്, അവരെയൊക്കെ കൊല്ലുന്നത് ശരിയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അർജുനൻ കൃഷ്ണൻ്റെ കൊണ്ട് പറയും, കൃഷ്ണ, ഞാൻ കൃഷ്ണനെ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു, എന്നെ ഒന്ന് ഉപദേശിക്കുമോ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ
ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, ഞാൻ അവരെയൊക്കെ എങ്ങനെ കൊല്ലും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. എന്നാ ശ്രീമദ് ഭാഗവതത്തിന്റെ അകത്ത് എന്താണ്? കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ ഭക്തന്മാരെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥ രൂപത്തിലുള്ള ബുക്കാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾ എന്തിനാണ് ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പഠിക്കേണ്ട കാര്യം? നമുക്ക് ഈ സോഷ്യൽ സ്റ്റഡീസും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചാൽ പോരെ? എന്തിന് നമ്മൾ ഇതെല്ലാം പഠിക്കണം? എന്തിനാന്ന് വെച്ചാല് നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. 2 തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ട്. എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ദേഹം പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുളിക്കും, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കും. എന്തിനാണ്? നമ്മളുടെ ദേഹത്ത് പറ്റിയിരിക്കുന്ന പൊടികളും അഴുക്കും എല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മൾ കുളിക്കുന്നത് രാവിലെ, അല്ലെ? അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലും കുറെ മാലിന്യങ്ങളുണ്ട്, കുറെ അഴുക്കുകളുണ്ട് നമ്മുടെ ഉള്ളില്. ഏതൊക്കെയാണെന്നറിയാമോ ഈ അഴുക്കുകള്? 6 തരത്തിലുള്ള അഴുക്കുകളുണ്ട്. എന്തൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സല്യം എന്ന് പറഞ്ഞാല് ലസ്റ്റ്. കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാർത്തി, നമുക്ക് ഒരു സാധനം വേണം, അത്ര അതി ആഗ്രഹം, അതിനെയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ലസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആങ്കർ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ദേഷ്യം. ഒരു കൊച്ചു കാര്യത്തിന് നമ്മൾ ദേഷ്യപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അമ്മ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമുക്ക് ഇഡ്ഡലിയാ വേണ്ടത്, ഇന്ന് ദോശയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? പിന്നെ സ്കൂളിൽ പോകാൻ റെഡിയായി, അമ്മ ടിഫിൻ എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ കൊച്ചു കൊച്ചു കാര്യത്തിന് നമുക്ക് ദേഷ്യം വരുന്നു, അല്ലെ? അപ്പൊ അതെല്ലാം മാലിന്യങ്ങളാണ്, അതെല്ലാം അഴുക്കുകളാണ്, നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളാണ്. പിന്നെയുള്ളത് എന്താണ്? ഗ്രീഡ്. ഗ്രീഡ് എന്ന് വെച്ചാൽ എന്താ? അത്യാർത്തി, അല്ലെ? നമുക്ക് പിന്നെയും പിന്നെയും വേണം എന്ന് തോന്നുന്നു, നമുക്ക് കുറച്ചുകൊണ്ട് മതിയാകുന്നില്ല. നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ നമുക്ക് ഇനിയും കൂടുതൽ വേണം എന്ന് പറയുന്നു. പൂന്താനം പറയുന്നത് എന്താണ്? 10 കിട്ടിയാൽ നമുക്ക് 100 വേണം തോന്നും, 100 കിട്ടിയാൽ നമുക്ക് 1000 വേണം തോന്നും. അതിനാണ് ഗ്രീഡ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാല് അത്യാർത്തി. പിന്നെയോ ഇല്യൂഷൻ, മോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തത് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ലോകം നമ്മൾ എല്ലാമാണ് എന്ന് വിചാരിക്കുക. ശരിക്കും ഈ ലോകം എന്ന് പറയുന്നത് ഒരു മായയാണ്. ഇത് ടെമ്പററിയുമാണ്, ഇത് കുറച്ച് കാലത്തേക്കുള്ളതാണ് ഈ ലോകം. പക്ഷെ നമ്മൾ ഈ ലോകം കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് അതിലേക്കങ്ങ് ഭ്രമിച്ചു പോകുന്നു. അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് എന്താണ്? പ്രൈഡ്, നമുക്ക് അഹങ്കാരം. എന്തെങ്കിലും കുറച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെ, നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള ഒരു തോന്നലുണ്ട്, അല്ലേ നമുക്ക് എല്ലാവർക്കും? അതിന് അഹങ്കാരം എന്ന് പറയും. പിന്നെയുള്ളത് എൻവി. എൻവി എന്ന് പറഞ്ഞാല് കുശുമ്പ്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നമുക്ക് കുശുമ്പ്, അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം തോന്നും. അവരുടെ നല്ലൊരു കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ കാറിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ, അത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാൽ നമ്മൾ പറയും നന്നായി നന്നായി, അവനത് വേണം എന്ന് പറയും, അല്ലെ? അത് കുശുമ്പ് കൊണ്ടാണ്. അപ്പൊ ഈ 6 മാലിന്യങ്ങൾ, ഈ 6 കണ്ടാമിനേഷൻസ് എന്ന് പറയും ഇംഗ്ലീഷില്. ഈ 6 കണ്ടാമിനേഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കളയാനാണ് നമ്മൾ ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ഭഗവത്ഗീതയും വായിക്കുന്നതും കേൾക്കുന്നതും. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും? 3 കാര്യങ്ങൾ ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ കൃഷ്ണനുമായിട്ട് നമുക്ക് എന്താണ് സംബന്ധം, എന്താണ് നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ, അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. എന്താണ് നമ്മളും കൃഷ്ണനും തമ്മിൽ എന്താണ് ഒരു ബന്ധമുള്ളത്,
എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? കൃഷ്ണൻ അങ്ങ് കൃഷ്ണലോകത്തിരിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിലിരിക്കുന്നു. നമുക്ക് കൃഷ്ണന് നമ്മളെ അറിയാൻ പറ്റുമോ? നമ്മൾക്ക് കൃഷ്ണനെ അറിയാൻ പറ്റുമോ? കൃഷ്ണൻ നമ്മളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇതെല്ലാം നമ്മൾ ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനെയാണ് സംബന്ധം എന്ന് പറയുന്നത്. പിന്നെ അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, അല്ലേ? കൃഷ്ണൻ നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. കൃഷ്ണൻ നമ്മുടെ പിതാവാണ്, നമ്മുടെ മാതാവാണ്, നമ്മളുടെ മുത്തച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. അപ്പം ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം കൃഷ്ണന്റെ അടുത്ത്? നമ്മൾ ഹൗ ഷുഡ് വി ആക്ട്, അതിനെക്കുറിച്ച് പറയുന്നതാണ് അടുത്ത നമ്മളുടെ സ്റ്റെപ്പ്. അപ്പൊ രണ്ടാമത് നമ്മൾ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം, പിന്നെ കൃഷ്ണന്റെ ബന്ധം നമ്മൾ മനസ്സിലായാൽ നമ്മൾ എങ്ങനെ ഇനി പ്രവർത്തിക്കണം, അതിനെ നമ്മൾ അഭിധേയ എന്ന് പറയും സംസ്കൃതത്തില്. അത് നമ്മൾ എന്ത് പ്രവർത്തിക്കണം, കൃഷ്ണനെ കുറിച്ചുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് അഭിധേയ. പിന്നെ ഇനി അഭിധേയ കിട്ടിക്കഴിഞ്ഞാൽ അഭിധേയ നമ്മൾ ഇനി പ്രയത്നിക്കുകയാണ്, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. എന്താണ് നമ്മളുടെ ലക്ഷ്യം? ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം? ലക്ഷ്യം നമ്മൾ കൃഷ്ണന്റെ അടുത്തോട്ട് പോകുക, കൃഷ്ണലോകത്തിലോട്ട് തിരിച്ചെല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനെ പ്രയോജന എന്ന് പറയും. എന്താണ് പ്രയോജനം എന്ന് നമ്മൾ പറയാറില്ലേ മലയാളത്തില്? ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം എന്ന് നമ്മൾ പറയാറില്ലേ? അതാണ് പ്രയോജന, അതാണ് ലക്ഷ്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ പഠിക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരു പാവപ്പെട്ട, ഒരു പൈസയും ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എപ്പോഴും ദുഃഖിച്ചിരിക്കുമായിരുന്നു. എനിക്കൊരു പണവും ഇല്ലല്ലോ, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അയാൾ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഒരു അസ്ട്രോളജർ വരും. അസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ. ഒരു ജ്യോത്സ്യൻ വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ അച്ഛൻ ഭയങ്കര ധനവാനായിരുന്നല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഒരു കുടം നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത്. പിന്നെ നിങ്ങൾക്ക് അത് കിട്ടിയാൽ നിങ്ങൾക്ക് ഇനി സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയും. അതുകൊണ്ടായോ? അങ്ങനെ പറഞ്ഞത് കൊണ്ട് അയാൾക്ക് സന്തോഷം കിട്ടുമോ? അയാൾക്ക് ധനം കിട്ടുമോ? ഇല്ല, അല്ലേ? അയാൾക്ക് അത് പോയി കണ്ടുപിടിച്ച് അയാൾ അത് കുഴിച്ച് ആ സ്ഥലത്ത് പോയി കുഴിച്ച് അത് എടുക്കണം, അല്ലേ? എന്നാലല്ലേ പ്രയോജനമുള്ളൂ. അതുപോലെയാണ് നമുക്ക് വേദങ്ങള്, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ കൃഷ്ണനുണ്ട്, കൃഷ്ണനും നമ്മളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പ്രയത്നിച്ച ആ കൃഷ്ണന്റെ അടുത്ത് എത്തിയാലല്ലേ പ്രയോജനമുള്ളൂ, അല്ലേ? അതുപോലെ ഈ അസ്ട്രോളജർ ഇയാളുടെ അടുക്ക പറയും. അയാൾക്ക് ഓക്കെ ഉണ്ട്, എൻ്റെ അച്ഛൻ കുറെ ധനം വെച്ചിട്ടുണ്ട് എവിടെയോ, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം അയാൾ പറയും. അപ്പൊ അസ്ട്രോളജർ പറയും, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്, നീ അവിടെ ചെല്ലണം. എന്നിട്ട് പറയും, നീ കിഴക്ക് ഭാഗത്തുനിന്ന് എടുക്കാവുള്ളൂ, അല്ല അതിൻ്റെ പടിഞ്ഞാറേ വശത്താണെങ്കിൽ അവിടെ കുറേ തേനീച്ചകളുണ്ട്, അത് നീ കുഴിക്കുന്ന താമസം അത് നിന്റെ മുഖത്തൊക്കെ വന്ന് കടിക്കാൻ തുടങ്ങും, എന്നിട്ട് നിന്നെ കുഴിക്കാൻ സമ്മതിക്കില്ല. എന്നാല് വേറൊരു സ്ഥലത്ത് നോർത്ത് സൈഡിൽ പോവുകയാണെങ്കിൽ, നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് വശത്ത് കുഴിക്കാൻ നീ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭൂതമുണ്ട്, ആ ഭൂതം നിന്നെ അതിൻ്റെ അടുത്തോട്ട് വരാൻ സമ്മതിക്കില്ല. അപ്പൊ ആ വഴി നീ കുഴിക്കാൻ നോക്കല്ല. പിന്നെ ഏതാ പിന്നെയുള്ളത്? വെസ്റ്റ് പറഞ്ഞു, നോർത്ത് പറഞ്ഞു, ഇനി സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദക്ഷിണം, അല്ലേ? ദക്ഷിണ എന്നല്ലേ പറയുന്നത്. ആ വശത്ത് നീ കുഴിക്കല്ലേ. എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പാമ്പുണ്ട്, ഒരു മൂർഖൻ പാമ്പ്. ആ പാമ്പ് നീ അവിടെ ചെല്ലാത്ത താമസം നിന്നെ മിഴുങ്ങുമെടുത്ത്. അതുകൊണ്ട് ആ വശത്തും നീ കുഴിക്കാൻ പോകല്ലേ. നീ എവിടെയാണ് ഉള്ളത്, ഒരു സ്ഥലം കൂടെ നീ അത് കുഴിക്കാവുള്ളൂ. അതാണ് ഈസ്റ്റ് സൈഡ്, കിഴക്കേ ഭാഗത്ത് പോയിട്ട് നീ പതുക്കെ ഒന്ന് മണ്ണ് മാന്തിയാ മതി, അപ്പൊ നിനക്ക് ആ സ്വർണത്തിന്റെ കുടം കിട്ടും. അതുകൊണ്ട് നീ ഇങ്ങനെ പോയി ചെയ്യണം എന്ന് പറയും. ഓക്കെ, അതുമുണ്ട്, അതും എല്ലാം അറിഞ്ഞു. എന്നാലും അയാൾക്ക് കിട്ടിയോ സ്വർണം? ഇല്ല.
അയാൾ അവിടെ പോയി പ്രയത്നിച്ച് അയാൾ അവിടെ കുഴി തോണ്ടി ആ സ്ഥലം കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് അവിടെ പോയി കുഴി തോണ്ടിയാൽ മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ അയാളുടെ ഒരു പരിശ്രമം കൂടി ആവശ്യമുണ്ട്. അതുപോലെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളും. ശാസ്ത്രങ്ങൾ പല സംഗതികൾ പറയുന്നുണ്ട്. എങ്ങനെ കൃഷ്ണൻ ആരാണെന്നും കൃഷ്ണനും നമ്മളുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. കൃഷ്ണനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് കൃഷ്ണന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തൊക്കെ കാര്യം ആവശ്യം? നമ്മുടെ പ്രയത്നവും ആവശ്യമുണ്ട്, കൃഷ്ണന്റെ കൃപയും ആവശ്യമുണ്ട്. കൃഷ്ണന്റെ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണന്റെ ബ്ലെസ്സിങ്സ്, കൃഷ്ണന്റെ മേഴ്സിയും ആവശ്യമുണ്ട്. കൃഷ്ണന്റെ മേഴ്സി നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് കൃഷ്ണനെ സന്തോഷിപ്പിക്കണം, നമുക്ക് കൃഷ്ണനെ സേവിക്കണം. നമ്മൾ കൃഷ്ണന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പം കൃഷ്ണന് നാച്ചുറലി നമുക്ക് കൃപ തരും. അപ്പൊ കൃഷ്ണന്റെ കൃപയും നമ്മളുടെ അധ്വാനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണനെ കിട്ടും. നമുക്ക് കൃഷ്ണന്റെ ലോകത്തോട്ട് പോകാൻ പറ്റും. ഈ ജന്മം കഴിയുമ്പം നമുക്ക് കൃഷ്ണ ലോകത്ത് പോകാൻ പറ്റും. ഇൻ കേസ് നമ്മൾ അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ, ഓക്കെ കൃഷ്ണൻ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് കൃഷ്ണയൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മം ഞാൻ എന്താകും? അങ്ങനെ ഒരു ജന്മമുണ്ടോ? ഈ ജന്മമല്ലേ ഉള്ളൂ. ഇതിന്റെ ഇതിന് മുമ്പ് എനിക്കൊരു ജന്മം ഉണ്ടായിരുന്നോ? അതോ ഞാന് ഇന്ന ആളായിട്ട് ജനിച്ചു, ആരാണ്, അനിത, ആകാശായിട്ട് ഞാൻ ജനിച്ചു ഈ ഒരു ജന്മം. ഇതിന്റെ മുമ്പിലും എനിക്കൊരു ജന്മമില്ല, ഇനി ഭാവിയിലും എനിക്കൊരു ജന്മമില്ല, ഞാൻ അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കാം ഈ ജന്മം എന്ന് തോന്നുമായിരിക്കും അല്ലെ. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് അടുത്ത ജന്മങ്ങളിൽ കിട്ടും. ഇപ്പൊ നമ്മൾ നല്ലത് ചെയ്താല് നമ്മൾക്ക് എല്ലാരും പറയല്ലേ, ഇപ്പൊ നല്ലത് ചെയ്താൽ സ്വർഗത്ത് പോകുന്നു. ഈ സ്വർഗം എന്ന് പറയുന്ന എന്താണ്? സ്വർഗം എന്ന് പറയുന്നതും ഈ ഭൂലോകത്തിൽ തന്നെ ഉള്ളതാണ്. ഈ ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ സ്വർഗത്ത് പോയാലും നമുക്ക് ആ പുണ്യമൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പിന്നെയും ഭൂമിയിൽ വരണം. അപ്പൊ ഒരു ജന്മം നമുക്ക് സ്വർഗത്ത് ആസ്വദിക്കാം, നല്ല സന്തോഷമായിട്ട് ജീവിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഈ ഭൂമിയിൽ തന്നെ വരണം. എന്നിട്ട് ഈ ഭൂമിയിലാണെങ്കിലോ സന്തോഷമുണ്ടോ? ഇല്ല. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, ഈ ലോകം എന്ന് പറയുന്ന ദുഃഖാലയം അശാശ്വതമാണെന്ന്. ദുഃഖാലയം എന്ന് പറഞ്ഞാൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ലോകത്ത് ദുഃഖം മാത്രമേ ഉള്ളൂ. അതും അശാശ്വതവുമാണ്, ടെമ്പററിയാണ്. ഇത് നീണ്ടു നിൽക്കില്ല. ഈ ചിരകാലം അങ്ങനെ നീണ്ടു നിൽക്കുന്നതല്ല ഈ ജന്മം, ഈ ലോകം. കുറച്ചു കാലത്തേക്ക് ഈ ലോകം കാണും, അത് കഴിഞ്ഞാല് ഈ ലോകം പോകും, അത് ഡിസപ്പിയർ ആവും. അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകം ദുഃഖാലയമാണെന്ന്? ആകാശിന് തോന്നുന്നുണ്ടോ? ആകാശ് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ലോകം ദുഃഖമുള്ളതാണോ അതോ ഭയങ്കര സന്തോഷമുള്ളതാണോ? ആകാശിന്റെ അച്ഛനും അമ്മയും തരുന്നതെല്ലാം, ചോദിക്കുന്ന എല്ലാം അച്ഛനും അമ്മയും തരുമെങ്കിൽ ആകാശ് വിചാരിക്കും ഇത് നല്ല ലോകമാണെന്നല്ലേ. പക്ഷെ ദുഃഖമാണ് എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള എല്ലാം കിട്ടിയെന്നിരിക്കട്ടെ. ആകാശിന് ഒരു സൈക്കിൾ വേണം എന്ന് തോന്നി, അമ്മയുടെ അച്ഛൻ്റെ അടുക്ക ചോദിക്കും എനിക്കൊരു സൈക്കിൾ വേണം എന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ വാങ്ങിച്ചു തരും. ബർത്ത്ഡേയുടെ അന്ന് ഒരു സൈക്കിൾ വാങ്ങിച്ചു തരും. അപ്പൊ കുറച്ചു ദിവസം ഭയങ്കര സന്തോഷമാവും, അവിടെയൊക്കെ ഓടിച്ച് നടക്കും. അത് കഴിയുമ്പോഴോ, കുറച്ചു ദിവസം കഴിയുമ്പോ അത്ര വലിയ സന്തോഷിക്കാനുള്ളതൊന്നുമില്ല. എൻ്റെ വേറെ ഒരു കൂട്ടുകാരനാണെങ്കിൽ സ്കൂട്ടറിലാണ് വരുന്നത് സ്കൂളില്. അപ്പൊ എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്ന ഇതിനേക്കാളും സന്തോഷമായേനെ എന്ന് തോന്നും അല്ലെ. അത് കാരണം ഈ ലോകത്ത് എന്ത് തന്നെ നമുക്കുണ്ടായാലും അത് താൽക്കാലികമായിട്ട് കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം തരും. അത് കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ദുഃഖമാണ്, പിന്നെയും നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് വേണം തോന്നും. അങ്ങനെയാണ് നമ്മളുടെ ഈ ലോകം. അപ്പൊ എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ. അത് അശാശ്വതമാണെന്ന് പറയുന്നു. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയാം എന്താണ് അത്. അത് കുറച്ചു നാളത്തേക്കേ ഈ ലോകമുള്ളൂ. അത് കഴിഞ്ഞാല് ഈ ലോകം ഈ പ്രളയവും എല്ലാം വന്ന് അത് നശിച്ചു പോകും.
അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. എന്താന്ന് വെച്ചാൽ അത് കുറെ സമയം എടുക്കുന്നതാണ്. ഇനി അപ്പൊ നമുക്ക് ഈ അസ്ട്രോളജറിന്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് കൃഷ്ണനുമായിട്ട് നമുക്ക് ഒരു ശാശ്വത ബന്ധമുണ്ട്. നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്താലും ആ ജന്മത്തിലെല്ലാം കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മള് ഒരു മില്യൺ ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ആ മില്യൺ ജന്മത്തിലും കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ എങ്ങനെയാണ് കൃഷ്ണൻ ഏത് രൂപത്തിലാണ് നമ്മുടെ കൂടെയുള്ളത്, ഇതെല്ലാം നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിനെയും ഭഗവത്ഗീതയെ കുറിച്ചുമാണല്ലോ പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആരാണ് ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം എഴുതിയതെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഇങ്ങനെ ആയാ പറ്റില്ല, ഞാൻ മാത്രം സംസാരിച്ചാ പറ്റില്ല, നിങ്ങളും കൂടി അതിന്. വ്യാസഭഗവാൻ. അപ്പൊ വ്യാസഭഗവാനാണ് ഈ എല്ലാം മിക്കവാറും ഉള്ള എല്ലാ ശാസ്ത്രങ്ങളും എഴുതിയത്, ഗ്രന്ഥങ്ങളും എഴുതിയത് വേദവ്യാസനാണ്. വേദങ്ങള് എഴുതി, 18 പുരാണങ്ങൾ എഴുതി, 108 ഉപനിഷത്തുകൾ എഴുതി, മഹാഭാരതം എഴുതി. ഇതെല്ലാം വേദവ്യാസനാണ് എഴുതിയത്. എന്നാൽ വേദങ്ങൾ നേരത്തെ ഇല്ലായിരുന്നോ? വേദങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. വേദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആരാണ് ആദ്യം വേദം ഉപദേശിച്ചതെന്നറിയാമോ? കൃഷ്ണനാണ്. കൃഷ്ണൻ ബ്രഹ്മാജിയുടെ ഹൃദയത്തിൽ പകർന്നു കൊടുത്തതാണ് വേദങ്ങൾ, വേദജ്ഞാനം. എന്നിട്ട് ബ്രഹ്മാവിന് 4 തലയുണ്ട് അല്ലേ? നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവിന് 4 തലയുണ്ട്. അപ്പൊ ഈ 4 വാകൾ ഉപയോഗിച്ച് ഈ വേദങ്ങള് പറഞ്ഞു. അപ്പൊ പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ നമ്മൾ ഈ യുഗം എന്ന് പറയുന്ന കലിയുഗമാണ്. അതാണ് ലാസ്റ്റ് യുഗം. 4 യുഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നറിയാമോ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പം ഈ ബാക്കിയുള്ള യുഗത്തിലൊക്കെ ഉള്ള മനുഷ്യരെല്ലാം നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കേട്ടാൽ തന്നെ, ഒരു തവണ കേട്ടാൽ തന്നെ അവർക്ക് മനപ്പാഠമാകുമായിരുന്നു. അപ്പൊ ഈ വേദങ്ങളൊക്കെ നേരത്തെയൊക്കെ ഗുരുക്കള് ശിഷ്യന്മാർക്ക് പറയുമായിരുന്നു. അത് പറയും, അവരുടനെ ഗ്രഹിക്കും. അവർക്ക് ഒരു തവണ കേട്ടാൽ ഉടനെ അവർക്ക് മനസ്സിലാകും. എന്നിട്ട് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പരമ്പരയായിട്ട് ഓരോരുത്തര് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ വേദവ്യാസന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പം മനസ്സിലായി, ഇങ്ങനെ കലിയുഗത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോ വേദവ്യാസന് മനസ്സിലാവും, കലിയുഗത്തിലെ ആൾക്കാർക്കൊന്നും ബുദ്ധി കുറവാണ്, അവർക്ക് ഓർമ്മശക്തി തീരെയില്ല. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് കലിയുഗത്തിലെ പ്രത്യേകതകള്, കലിയുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതകൾ എന്താണെന്ന്. കലിയുഗത്തിലെ ആൾക്കാർക്കൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്നു. മാക്സിമം 100 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്നുള്ളൂ. അത് തന്നെ കുറവാണ് അല്ലെ? അപ്പം ബാക്കിയുള്ള യുഗത്തിലൊക്കെ കുറേ വർഷം ജീവിക്കുമായിരുന്നു. ഇപ്പം ഈ ഭൂമിയിൽ അല്ല, ഈ കലിയുഗത്തിൽ വന്നപ്പം മനുഷ്യരുടെയൊക്കെ വയസ്സ് കുറഞ്ഞു. അപ്പൊ വയസ്സ് കുറഞ്ഞു, അവര് കൊച്ചു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കും. ഭാര്യ ഭർത്താവിൻ്റെ അടുക്ക വഴക്കടിക്കും, അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, മക്കളുടെ അടുത്ത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കും. കൂട്ടുകാർ തമ്മിൽ എല്ലാവരും വഴക്കടിക്കും ഈ കലിയുഗത്തില്. അപ്പം അവര് ഷോർട്ട് ലൈഫാണ്, അവര് ക്വാറൽസമാണ്, പിന്നെന്താണ്, അവര് ലേസിയാണ്, ഭയങ്കര മടിയന്മാരാണ് അല്ലേ? കലിയുഗത്തില് നമുക്ക് എത്ര നേരം ഉറങ്ങിയാലും മതിയാകില്ല, നമുക്കൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല, ചുമ്മാ ചുരുണ്ടുകൂടി എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് അല്ലേ? അപ്പൊ അങ്ങനെ ലേസി. പിന്നെന്താണ്, മിസ്ഗൈഡഡ്. മിസ്ഗൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ തന്നെ ആരും നല്ല നേർവഴി കാണിച്ചു തരില്ല. നമ്മളെ എന്തെങ്കിലും കുരുട്ട് വഴി കൂടെ വിടും.
അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോഴത്തെ ലോകത്തുള്ളത്. നമ്മൾ എന്തെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചാൽ മതി. ആരുടെങ്കിലും അടുക്കൽ ഇങ്ങോട്ട് പോകുന്ന വഴി എന്താന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോകാൻ പറയുന്നതിന് പകരം തെക്കോട്ട് പോകാൻ പറയും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ, അല്ലേ? മിക്ക ആൾക്കാരും അങ്ങനെയാണ്. അപ്പൊ മിസ്ഗൈഡഡ്, SQLMU, അൺലക്കി. നമ്മൾ അൺലക്കിയാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് നല്ല ശുഭമായിട്ട് അവസാനിക്കുന്നില്ല. ഭയങ്കര പാടാണ് ലക്കായിട്ട് എന്തെങ്കിലും ചെയ്ത് കിട്ടാൻ. അൺലക്കി. പിന്നെ ഓൾവേസ് ഡിസ്റ്റർബ്ഡ്. നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. നമുക്ക് ശാന്തതയേ ഇല്ല, നമുക്ക് പീസേ ഇല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. ഇതൊക്കെയാണ് കലിയുഗത്തിലെ ആൾക്കാരുടെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യര് ആണ് ഈ കലിയുഗത്തിൽ വരുന്നത് എന്ന വേദവ്യാസന് മെഡിറ്റേഷനിൽ, ഈ വേദവ്യാസൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻകാർണേഷൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ ഗ്രന്ഥ ഇൻകാർണേഷൻ, അവതാരം. ഗ്രന്ഥ അവതാരമാണ് ശ്രീമദ് ഭാഗവതം. അതുപോലെ തന്നെ ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതാൻ വേണ്ടി എടുത്ത ഒരു അവതാരമാണ്, കൃഷ്ണൻ എടുത്ത ഒരു അവതാരമാണ് വേദവ്യാസന്റെ. അപ്പൊ വേദവ്യാസൻ എന്ന് പറയുന്ന ശരിക്കും കൃഷ്ണൻ തന്നെ അവതരിച്ചതാണ്. എന്നാൽ കൃഷ്ണന്റെ എല്ലാ പവറും ഇല്ല, എഴുതാൻ വേണ്ടിയുള്ള പവർ കൊടുത്ത് വിട്ടിരിക്കുകയാണ് വേദവ്യാസനെ. അപ്പം ലിമിറ്റഡ് പവറുമായിട്ട് വന്നിരിക്കുന്നതാണ്. അതിന് എംപവേർഡ് ഇൻകാർണേഷൻ എന്ന് പറയും, ശക്തിയാവേശ അവതാരം എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉള്ള ശക്തി മാത്രം കൊടുത്തു വിടുകയാണ്. അങ്ങനെയുള്ള ആണ് വേദവ്യാസൻ. അപ്പൊ വേദവ്യാസന് ശരിക്കും പണ്ട് നടന്ന കാര്യം, ഇപ്പൊ നടക്കുന്ന കാര്യം, ഭാവിയിൽ എന്ത് നടക്കും, ഇതെല്ലാം അറിയാൻ പറ്റും. അത്ര പവർഫുൾ ആളായിരുന്നു. അപ്പൊ വേദവ്യാസന് മനസ്സിലായി കലിയുഗം വരികയാണ്. വേദവ്യാസൻ എപ്പോഴാ വന്നതെന്നറിയാമോ? ഈ ദ്വാപര യുഗം, ഈ കലിയുഗത്തിന്റെ തൊട്ടു മുമ്പുള്ളതാണ് ദ്വാപര യുഗം. ദ്വാപര യുഗം അവസാനിക്കാറായപ്പോഴാണ് വേദവ്യാസൻ അവതരിച്ചത്. എന്നിട്ട് വേദവ്യാസൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും, ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിൽ കാണും കലിയുഗത്തിലെ ആൾക്കാർ എങ്ങനത്തെയാണെന്ന്. അപ്പൊ മനസ്സിലാകും, ഓ ഈ ശ്രുതി കൊണ്ടൊന്നും ഇപ്പൊ ഇനി കാര്യമില്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേൾക്കുമ്പം നമ്മൾ ഗ്രഹിക്കുക. അങ്ങനെയായിരുന്നു ഈ മറ്റേ 3 യുഗങ്ങളിൽ, അല്ലെ? വേദങ്ങളൊക്കെ ഗുരു ഇങ്ങനെ പറയും, ശിഷ്യന്മാർ അത് കേട്ടാൽ ഉടനെ അവർക്ക് മനസ്സിലാകും. പക്ഷേ വേദവ്യാസന് മനസ്സിലായി കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലൊന്നും ആവില്ല, അവർക്ക് ഓർമ്മശക്തിയൊക്കെ കുറവാണ്. അതുകൊണ്ട് എഴുതണം, എഴുതി വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വേദവ്യാസന് മനസ്സിലായിട്ടാണ് ഈ വേദങ്ങളൊക്കെ ആരാണ് പറഞ്ഞത്? വേദങ്ങള് ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞ വേദങ്ങളെല്ലാം എഴുതാൻ തുടങ്ങി. എന്നിട്ടോ ഈ വേദങ്ങള് പറഞ്ഞതെല്ലാം ഒരുമിച്ച് കുറേ നോളജ് ഉണ്ട്. അതെല്ലാം വായിക്കാനോ, അത് എഴുതിയാൽ തന്നെ അത് വായിക്കാനോ ഒന്നും മനുഷ്യർക്ക് പറ്റില്ല. അതുകൊണ്ട് അതിനെ 4 തിരിച്ചു, 4 വേദങ്ങളായിട്ട് തിരിച്ചു. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ എന്ന് പറഞ്ഞ് 4 വിഭജിച്ചു. അതിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 4 ഡിസൈപ്പിളിനെ വിളിച്ച് ഓരോന്ന് 4 പേർക്കും കൊടുത്തു. ആ ഡിസൈപ്പിൾ എന്ത് ചെയ്തു? അത് പിന്നെയും എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെ പിന്നെയും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അവരുടെ ഡിസൈപ്പിൾസിന് കൊടുത്തു. ആ ഡിസൈപ്പിൾസോ പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെറുത് പോർഷൻസ് ആയിട്ടാണ് ഈ ലോകത്തില് അത് കൊടുത്തത്. എന്നാലേ നമുക്കിപ്പം അസ്ട്രോളജിയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വേദങ്ങൾ മുഴുവനും പഠിക്കേണ്ട ആവശ്യമില്ല. അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്, ഒരു ബുക്കുണ്ട്. ആ ബുക്ക് മാത്രം നമുക്ക് വായിച്ചാൽ മതി. അങ്ങനെ വേദങ്ങള് ചെയ്തു. എന്നാലും ഈ വേദങ്ങളെന്ന് പറഞ്ഞാൽ കുറെ മന്ത്രങ്ങളാണ്, അതിൽ കഥകള് അങ്ങനെയൊന്നുമില്ല. കുറെ മന്ത്രങ്ങള്, കുറെ ശ്ലോകങ്ങള്. അതൊക്കെ ഈ ബുദ്ധിയില്ലാത്ത ഷോർട്ട് ലൈഫുള്ള ഈ കലിയുഗത്തെ ആൾക്കാർക്ക് മനസ്സിലാകുമോ? ഇല്ല. അതുകൊണ്ട്
എന്ത് ചെയ്തു? വേദവ്യാസൻ പുരാണങ്ങൾ എഴുതി. പുരാണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളിലുള്ള ഈ തത്വങ്ങളൊക്കെ കഥയുടെ രൂപത്തിൽ പുരാണങ്ങളായിട്ട് എഴുതി. എന്നിട്ട് പിന്നെ ഉപനിഷത്തുകൾ, ഈ പുരാണത്തിൽ നിന്ന് ഓരോന്നെടുത്ത് ഉപനിഷത്തുകൾ ഉണ്ടാക്കി. എന്നിട്ടെല്ലാം മനസ്സിൽ വിചാരിച്ചു, എന്നാലും ഈ പെണ്ണുങ്ങള്, പിന്നെ ശൂദ്രര്, അങ്ങനെ കുറച്ച് വലിയ ജ്ഞാനം അല്ലാത്ത, അന്നത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങളൊന്നും ഗുരുകുലത്തിലൊന്നും പോകില്ല, ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പെൺകുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കും. ഇന്നത്തെ പോലെ എഡ്യൂക്കേഷൻ ഒന്നും അവർക്കില്ല, ഈ ആണുങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഈ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കഥകൾ ആയിട്ട് മഹാഭാരതം എന്ന് പറഞ്ഞ് കഥയും എഴുതി. ഇത് കഥ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കഥയല്ല, ശരിക്കും ഇത് നടന്ന സംഭവങ്ങളാണ്, ഹിസ്റ്ററിയാണ്, പണ്ട് കാലത്ത് നടന്നതാണ്. മഹാഭാരതം എന്ന് പറയുന്നത് പണ്ട് കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് 5000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത് ഈ മഹാഭാരതം. മഹാഭാരത വാർ, ഈ ഭാരതം മുഴുവനും ഉള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന വാറിനെ കുറിച്ചാണ് മഹാഭാരതം പറയുന്നത്. ഇതെല്ലാം എഴുതി വ്യാസൻ. എന്നിട്ട് ഒരു സന്തോഷവുമില്ല. വ്യാസൻ ഇങ്ങനെ വിചാരിക്കും, എന്തോ ഒരു കുറവുണ്ടല്ലോ ഞാൻ എഴുതിയതില്, എന്താണ് ആ കുറവ് എന്നിങ്ങനെ ആലോചിക്കും. ഇങ്ങനെ തപസ്സിരുന്നിട്ട് തന്നെത്താൻ ഉള്ളിൽ ആലോചിക്കും, എന്തിനാ എനിക്ക് ഇത്ര സങ്കടം, എന്താ ഞാൻ ചെയ്തത് മോശം, ഞാൻ ചെയ്തത് ശരിയായില്ലേ, ഞാൻ വേണ്ട രീതിയിലല്ലേ എഴുതിയത് എന്നൊക്കെ ആലോചിക്കുമ്പം തോന്നി, ഞാൻ കൃഷ്ണനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, മഹാഭാരതത്തിലൊക്കെ കൃഷ്ണനെ കുറിച്ചുണ്ട്. പക്ഷെ എന്നാലും വേണ്ടത്രയും ഞാൻ കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്തില്ല, ഞാൻ കൃഷ്ണനെ കീർത്തിച്ചില്ല, ഞാൻ വേണ്ടത്ര കൃഷ്ണന്റെ ഭക്തന്മാരെ കീർത്തിച്ചില്ല. അതായിരിക്കണം കാരണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം വ്യാസദേവന്റെ ഗുരു വരൂ അവിടെ. ആരാണ് വ്യാസദേവന്റെ ഗുരു എന്നറിയാമോ? നാരദമുനി. അപ്പൊ നാരദമുനി വരും. അപ്പൊ നാരദമുനി ചോദിക്കും, എന്താ നിന്റെ മുഖത്തൊരു വാട്ടം, നീ ഇത്രയും വലിയ ഇതെല്ലാം ചെയ്തതല്ലേ, നീ വേദങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തു, നീ പുരാണങ്ങളൊക്കെ എഴുതി, നീ മഹാഭാരതം എന്ന് പറയുന്ന മഹാകാവ്യമാണ്. എത്ര ശ്ലോകങ്ങളുണ്ടെന്നറിയാമോ മഹാഭാരതത്തില്? 1,00,000 ശ്ലോകങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാല് അത് 60 ലക്ഷം ശ്ലോകങ്ങളുള്ളതാണ്. അതിൽ 30 ലക്ഷം ദേവന്മാര് കൊണ്ടുപോയി, 15 ലക്ഷം ഗന്ധർവന്മാര് കൊണ്ടുപോയി, 14 ലക്ഷം പിതൃക്കൾ കൊണ്ടുപോയി, പിന്നെ 1 ലക്ഷം ഭൂമിക്ക് കൊടുത്തു. ആ 1 ലക്ഷമാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ആ മഹാഭാരതം പോലെ ഇത്രയും വലിയൊരു മഹാകാവ്യമൊക്കെ നീ എഴുതിയിട്ട് എന്താ ഇങ്ങനെ മാങ്ങ കളഞ്ഞ് അണ്ടി കളഞ്ഞ് അണ്ണാനെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നീ എന്തോ വലിയ വിഷാദത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന എന്താന്ന് ചോദിക്കും. അപ്പം വ്യാസദേവൻ എന്താ പറയുന്നത്? അങ്ങല്ലേ വലിയ ജ്ഞാനി, അങ്ങ് സൂപ്പർ സോൾ ആണ്. സൂപ്പർ സോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്കൊക്കെ സോൾ ഉണ്ടല്ലേ, നമ്മൾ സോളാണ്, ആത്മാവാണ്. എന്നാ പരമാത്മാവുണ്ട്, ആത്മാവ് അല്ലാതെ പരമാത്മാവുണ്ട്. അത് കൃഷ്ണൻ തന്നെ ഓരോ പേരുടെ ഹൃദയത്തില് ആത്മാവിന്റെ ഒപ്പം ഇരിക്കുന്നതാണ് പരമാത്മാവ്. നീ എല്ലാവരുടെയും പരമാത്മാവല്ലേ, നീ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണോ ഉള്ളതെന്ന് നിനക്കറിയില്ലേ? നിനക്കെന്നല്ല പറയുന്ന, അങ്ങേക്കറിയില്ലേ? അപ്പം അങ്ങ് തന്നെ പറയൂ എൻ്റെ വിഷാദത്തിന്റെ കാരണം എന്താണെന്ന്, എന്നിട്ട് അതിനൊരു സൊല്യൂഷനും പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പം നാരദൻ പറയും, അതെ, നീ സങ്കടപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ ഇത്രയുമെല്ലാം എഴുതിയെങ്കിലും നീ കൃഷ്ണൻ എന്ന് പറയുന്ന മഹാപുരുഷനാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പുരുഷനാണ് അല്ലേ? ആ പുരുഷനെ കുറിച്ച് നീ അധികം കീർത്തിച്ചില്ല. നീ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങും ഇങ്ങുമൊക്കെ, കൃഷ്ണന് അർജുനന്റെ തേരാളിയായിരുന്നു, അങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞതല്ലാതെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ മഹാവ്യക്തിയെ നീ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തില്ല.
കൃഷ്ണന്റെ ഭക്തന്മാരെ നീ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തില്ല. അതുകൊണ്ടാണ് നിനക്ക് സന്തോഷമില്ലാത്തത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞ ഒരു പുതിയ പുരാണം കൂടി നീ ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് നീ വേണ്ടുവോളം കൃഷ്ണനെ കീർത്തിക്കണം, കൃഷ്ണന്റെ ഭക്തന്മാരെ കീർത്തിക്കണം, ഭക്തിയെക്കുറിച്ച് നീ കുറെ കീർത്തിച്ച് പറയണം. ഭക്തി എന്തിനാ വേണ്ടതെന്ന് നീ കീർത്തിച്ച് പറയണം. അങ്ങനെ ആവുമ്പോ നിനക്ക് സന്തോഷം കിട്ടും എന്ന് പറയും. അങ്ങനെ വേദവ്യാസൻ ഈ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. അപ്പൊ ഇതാണ് ശ്രീമദ് ഭാഗവതം എങ്ങനെ രചിച്ചു, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള വിവരണം. ഇനി നിർത്താമോ അതോ ഇനി കുറച്ചും കൂടെ പറയണോ? ഇനി വേദവ്യാസൻ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കൃഷ്ണന്റെ തന്നെ അവതാരമാണ്. വേദവ്യാസന്റെ അച്ഛന്റെ പേര് പരാശര മുനി എന്നായിരുന്നു, അമ്മയുടെ പേര് സത്യവതി എന്നായിരുന്നു. പിന്നെ വേദവ്യാസന് ശരിക്കും 4 മക്കളുണ്ട്. 3 മക്കളുള്ളത് ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുര, പിന്നെ ഒരു ശുകദേവ് ഗോസ്വാമി എന്ന് പറയുന്ന ഒരു മകനും കൂടി ഒടുക്കമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഇനി ഓക്കെ, നമ്മളിപ്പം നിർത്താം. നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടേണ്ടത്? ഈ വേദവ്യാസന്റെ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പാഠം കിട്ടും? എന്ത് ലെസൺസ് നമുക്ക് എടുക്കാം? വേദവ്യാസന് ഭയങ്കര അനുകമ്പയായിരുന്നു അല്ലെ? ബാക്കിയുള്ള കലിയുഗമായിട്ടില്ല, എന്നിട്ട് പോലും കലിയുഗത്തിലെ ആൾക്കാരെ കുറിച്ച് ഭയങ്കര കമ്പാഷൻ ആയിരുന്നു, അനുകമ്പ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗവതവും മഹാഭാരതവും എല്ലാം എഴുതി എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ശ്രുതി മാത്രമായിരുന്നു, എല്ലാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നായിരുന്നു. അതെല്ലാം എഴുതി എന്തിനാണ് എഴുതിയത്? ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി, കലിയുഗത്തിലെ ആൾക്കാർക്ക് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി അല്ലേ? അപ്പം അതുപോലെ നമ്മളും ബാക്കിയുള്ളവരോട് നമുക്കും അനുകമ്പ വേണം. ആരെങ്കിലും നമ്മളെക്കാട്ടിലും താന്ന് ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നു, നമ്മളും അവരെ പോയി സഹായിക്കണം. പിന്നെയോ വലിയ ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ജീവിതത്തില്. വേദവ്യാസൻ വലിയ ആളാണ് അല്ലേ? കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ അവതരിച്ചതാണ്. എന്നാലും ആ വേദവ്യാസനും കൺഫ്യൂഷൻ ഉണ്ടായി അല്ലേ? വിഷമമുണ്ടായി. എന്താണ് എനിക്ക് സന്തോഷം കിട്ടാത്തത് എന്ന് തോന്നി. അപ്പൊ എന്ത് ചെയ്തു വേദവ്യാസൻ? തന്നെത്താനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ വിഷമം വന്നത്? അങ്ങനെ ചിന്തിച്ച് അത് എന്താണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ നമുക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പം നമ്മളും ചിന്തിക്കണം, എന്തുകൊണ്ട് വന്നു, അതിന് എന്ത് പരിഹാരമുണ്ട് എന്ന് നോക്കണം. തന്നെത്താനെ നമ്മൾ അത് അവലോകനം ചെയ്യണം, നമ്മൾ തന്നെത്താനെ ചിന്തിച്ച് മനസ്സിലാക്കണം. എന്നിട്ടോ നമ്മൾ അത് വേറെ നമ്മളെക്കാട്ടിലും പക്വത വന്ന ആൾക്കാരുടെ അടുക്ക അത് ഡിസ്കസ് ചെയ്യണം. നമ്മളെക്കാളും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കല് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യാന്, അത് ശരിയാണോ, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനത്തെയൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെയോ നമ്മള് കൃഷ്ണനെ കീർത്തിച്ചില്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനെ കീർത്തിക്കണം. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് വായിക്കുന്നതും കേൾക്കുന്നതും കൊണ്ട് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? നമുക്ക് ഭക്തി ഉണ്ടാകും. പിന്നെ നമ്മളുടെ ശോകം, നമ്മുടെ വിഷമങ്ങളെല്ലാം പോകും, നമ്മൾക്ക് വ്യാമോഹങ്ങളുള്ളതെല്ലാം തീരും, നമുക്ക് ഭയം തീരും. ഇതെല്ലാമാണ് അതിൻ്റെ റിസൾട്ട്. ഇനി ഒരു സംഗതിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എല്ലാ ദിവസവും നമ്മൾ ഒരു ശ്ലോകം കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ നിർത്തേണ്ടത്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ശ്ലോകം എല്ലാവരും ഇപ്പൊ 8th സ്റ്റാൻഡേർഡ്, 9th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡിലൊക്കെ ആണല്ലേ, ഹയർ സെക്കൻഡറിയിലാണ്. അപ്പം നിങ്ങൾക്ക്
പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറേ പഠിക്കാൻ കാണും. പഠിച്ചേച്ച് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോകുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഈ ശ്ലോകം നമ്മൾ മനസ്സിൽ ഓർത്താല് നമുക്ക് എല്ലാം ഓർമ്മ വരും. എന്താണെന്നറിയാമോ? ഇത് 15-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയില്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്ത കൃത്വേദവിദേവ ചാഹം എന്ന് വെച്ചാ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ കുടികൊള്ളുന്നു എന്ന് കൃഷ്ണൻ പറയാണ്. എന്നിൽ നിന്നാണ് മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച, എന്നിൽ നിന്നാണ് സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മ വരുന്നത്, നോളജ് എന്നിൽ നിന്നാണ് കിട്ടുന്ന. അപോഹനം എന്ന് പറഞ്ഞാൽ ഫൊർഗെറ്റ്ഫുൾനെസ്, നമ്മൾ മറന്നു പോകുന്നതും ഞാൻ കാരണമാണ്. വേദങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്നെ തേടുക എന്നുള്ളതാണ്. ഈ വേദങ്ങളെല്ലാം ചെയ്തത്, വേദങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ നമുക്ക് മറവി പോകാൻ വേണ്ടി, മറവി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ശ്ലോകം പ്രാർത്ഥിച്ചാൽ മതി. ഞാന് ഇത് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടാം. നിങ്ങൾ അത് കേട്ട് പഠിക്കണം, അത് വായിച്ച് അത് പഠിക്കണം. ഓക്കെ? ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വലിയ ഉപകാരം, വലിയ സന്തോഷമായി മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു, കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു തോന്നുന്നു. കുട്ടികളുടെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിക്കാം മാതാജി. ചോദിക്കാം. അവരുടെ എല്ലാരും വീഡിയോ ഓൺ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും വീഡിയോ ഓഫ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഉറങ്ങാനാണോ എന്നൊരു സംശയം. ദേവ് ദർശൻ, ദേവിന് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ ശ്ലോകം പഠിക്കാമോ? എന്നിട്ട് പരീക്ഷ ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ ശ്ലോകം പറയണം. മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ? പിന്നെ ഇനി ആരാ ഉള്ള? അമൃത. അമൃത പഠിക്കുന്നല്ലോ അല്ലേ? പഠിക്കുന്ന കുട്ടിയാണ്. ഏത് ക്ലാസ്സില്? ഏത് ക്ലാസ്സില്? സിക്സ്ത്തിലാണോ? ഓക്കെ. അപ്പം ഇന്നത്തെ മനസ്സിലായോ? ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? മനസ്സിലായോ? കഥയൊക്കെ ഇഷ്ടായോ? ഏത് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് പറയുന്നെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ആരൊക്കെയാ ഉള്ളത്? അനിത, അയന, ദീപ, ആകാശ്. ഇവരാരും തുറക്കുന്നില്ലല്ലോ. അഞ്ജന, നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ കഴിയുന്നോളം കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരണം കേട്ടോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഇത് നല്ലതായി എന്ന് തോന്നുകയാണെങ്കിൽ കുറെ കൂടിയും കുട്ടികളെ കൊണ്ടുവരൂ, അവർക്കും കൂടി അത് പ്രയോജനം ആയിക്കോട്ടെ. അപ്പൊ ഇനി നാളെ ഇല്ല, നാളെ ഫ്രൈഡേ ആണ്. ഇനി സാറ്റർഡേ ഉണ്ടാവും. ഓക്കെ? ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരോർഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ പറഞ്ഞു നിർത്താം. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.
ഹരേ താങ്ക് യു കൃഷ്ണ. മാതാജി, വളരെ നന്നായിരുന്നു മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നന്ദി മാതാജി. ഇങ്ങനെ ഒരു വളരെ ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ നന്ദി. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപയാൽ ഗുരുമരാജിന്റെ മെർസിയിലാണ് മാതാജി. ഇനി ഇതേപോലെ ഒരു 1000 ക്ലാസ് എടുക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ മാതാജി തരട്ടെ മാതാജി. സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ഹരേ നല്ല കൃഷ്ണ. ക്ലാസ്, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. ധന്യവാദം. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. ധന്യവാദം. നിർത്താം നമുക്ക്. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ.